അതെന്തായാലും ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൂടി തന്നെയാണ് SFIയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വിവിധ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത്, കൊച്ചി, അതോടൊപ്പം തന്നെ കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. SFI വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് പോലീസിന് നേർക്കുനേർ നിന്നുകൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവിധ ജില്ലകളിൽ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് പല ആവർത്തി 3-4 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ പോലും വിദ്യാർത്ഥികൾ ഒരു തവണ പോലും പിന്മാറാതെ ശക്തമായി ബാരിക്കേഡ് മറിച്ചിടുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒപ്പം കൊച്ചിയിലും പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. പക്ഷേ വിദ്യാർത്ഥികൾ പിന്മാറിയില്ല. വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ കേരളത്തിൽ വിവിധ ഇടങ്ങളിലാണ് SFIയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ. എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. പക്ഷേ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. പോലീസിന് മുന്നിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഉള്ളത്. ഈ ജലപീരങ്കിയുടെ പ്രയോഗത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് നിലവിലെ ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി? ഇപ്പോഴും പ്രവർത്തകർ പിന്മാറിയിട്ടില്ല. ബാരിക്കേഡ് അടുത്തു തന്നെ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമാണ്. പക്ഷേ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഈ 5 റൗണ്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷവും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ആദ്യം തന്നെ ഉണ്ടാകുമ്പോൾ നേതാക്കളുടെ ഉദ്ഘാടന പ്രസംഗങ്ങൾ, പക്ഷേ ഇന്ന് സംഭവിച്ചത് മറിച്ചാണ്. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ ശേഷമാണ്, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും പ്രസംഗിച്ച ശേഷമാണ് ഈ പ്രതിഷേധം തുടങ്ങിയത്. ഈ ബാരിക്കേഡിന് മുന്നിലുള്ള പ്രവർത്തകരുടെ പ്രതിഷേധം, ബാരിക്കേഡിന് മുന്നിലും മുകളിലുമൊക്കെയുള്ള പ്രതിഷേധം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസാനം എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമോ, അല്ലെങ്കിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ മറ്റ് നടപടികളിലേക്ക്, കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നാണ് ഇനി വ്യക്തമാകേണ്ടത്. ഏതായാലും ബാരിക്കേഡ് അപ്പുറവും ഇപ്പുറം ആയതുകൊണ്ട് തന്നെ ഉടനൊന്നും പോലീസ് അത്തരമൊരു കടുത്ത നടപടിയിലേക്ക് കടക്കാനിടയില്ല. പക്ഷേ ഇത് ഏതാണ്ട് അരമണിക്കൂറിലേറെയായി ഇപ്പോഴും അതേ രീതി തുടരുകയാണ്. പോലീസിൻ്റെ ജലപീരങ്കി മാറുമ്പോൾ വീണ്ടും ബാരിക്കേഡ് അടുത്തെത്തി പ്രവർത്തകർ ബലപ്രയോഗം നടത്തുന്നു. ഇപ്പോൾ വീണ്ടും ഒരു പ്രവർത്തകൻ മുകളിലേക്ക് കയറി വരാനുള്ള ശ്രമം നടത്തുകയാണ്. SFIയുടെ നേതാവാണ്, സംസ്ഥാന നേതാവാണ്. അദ്ദേഹം ഈ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകൻ കയറുകയാണ്. ഇപ്പുറത്തേക്ക് ചാടാനുള്ള ശ്രമമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വലിയ പോലീസ് സന്നാഹമുണ്ട്. അത്ര പെട്ടെന്നൊന്നും പോലീസിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ പ്രവർത്തകൻ വീണ്ടും കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയാണ്. നേരത്തെ ഇങ്ങനെ കയറിയ പ്രവർത്തകരെയാണ് പോലീസ് താഴെ ഇറങ്ങാൻ നിർബന്ധിച്ച് ജലപീരങ്കിയിലൂടെയൊക്കെ പലരും താഴേക്കിറങ്ങിയത്. പക്ഷേ ഇപ്പോൾ പ്രവർത്തകർ കൂടുതൽ പേർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് എത്തുകയാണ്. എന്താണ് അവരുടെ നീക്കമെന്ന് വ്യക്തമല്ല. ഒന്നുകിൽ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്നുള്ള പോലീസിനെതിരെയുള്ള പ്രതിഷേധമായിരിക്കാം. ഏതായാലും SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് വരികയാണ്. സഞ്ജീവ് അടക്കമുള്ളവർ ബാരിക്കേഡിന് മുകളിലേക്ക് എത്തി പ്രതിഷേധിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ, SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അവരെല്ലാം ഈ ബാരിക്കേഡിന് മുകളിലെത്തി പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുകയാണ്. അവർ ഇതിനിപ്പുറത്തേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഏതായാലും സമരത്തിൽ നിന്ന് പിന്മാറ്റമില്ല. സമരം തുടരുകയാണ്. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡിന് മുകളിലേക്ക് എത്തി നരേന്ദ്രമോദിക്കെതിരെയുള്ള ബോർഡ് പ്രദർശിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി വിമർശിച്ചുകൊണ്ടുള്ള ബോർഡ് പ്രദർശിപ്പിക്കുകയാണ്. സമരം ഒരുപക്ഷേ ഒരു അവസാന ഘട്ടത്തിൽ നീങ്ങുന്നതിൻ്റെ സൂചന ഇതിനെ കാണണം. SFI നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ബാരിക്കേഡിന് മുകളിൽ കയറുന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്ലക്കാർഡ് പ്രദർശിപ്പിക്കുകയാണ്. മോദിയെ വിമർശിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡ് പ്രദർശിപ്പിക്കുകയാണ്. ആ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറി നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനമടങ്ങിയ, മോദിയെ വിമർശിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡ് പ്രദർശിപ്പിക്കുകയാണ് SFI നേതാക്കൾ, SFI നേതൃത്വം. നേതാക്കൾ തന്നെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിക്കൊണ്ട് പ്രതിഷേധം ശക്തമായ ശ്രമം തുടരുമെന്ന മുന്നറിയിപ്പ്. പ്രവർത്തകർ ഓരോരുത്തരായി കൂടുതൽ പേർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം. ഒരു തരത്തിലും പിന്മാറാനുള്ള
സൂചനകൾ പ്രവർത്തകർ നൽകുന്നില്ല. അവർ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സൂചനയാണ് പോലീസിനും നൽകുന്നത്. ഏതായാലും ഇതുവരെയും പ്രതിഷേധക്കാർ പിന്മാറാനുള്ള ഒരു സൂചനകളും നൽകുന്നില്ല. മോദിക്കെതിരെയുള്ള പ്ലക്കാർഡാണ് പ്രവർത്തകർ ഇപ്പോൾ കയ്യിൽ കരുതിയിരിക്കുന്നത്. മോദിക്കെതിരെയുള്ള പ്രതിഷേധമാണ് ആ പ്ലക്കാർഡുകളിൽ ഉള്ളത്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ SFIയുടെ പ്രതിഷേധം, അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തുന്നത്. കൊച്ചിയിൽ പോലീസ് പ്രവർത്തകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകരാരും തന്നെ പിന്മാറുന്നില്ല. പോലീസ് പല സമയങ്ങളിലായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ പോലും പ്രവർത്തകർ പിന്മാറാതെ തെരുവിൽ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തുടരുകയാണ്. എന്തായാലും തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് SFIയുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.